students, welcome back to my class. So today we were going to discuss about the control of agricultural pest. Okay, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കൺട്രോൾ ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് ഇൻസെക്ട് പെസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നാണ് നോക്കാനുള്ളത്. ഒരു വൈഡ് ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അഗ്രികൾച്ചർ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഏതൊരു മെത്തേഡായാലും അത് എന്ത് ചെയ്യുന്നു, അത് ഇൻസെക്റ്റിനെ കിൽ ചെയ്യുക അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുക, ഓർ അതിൻ്റെ ഫീഡിങ്ങിനോ അതിൻ്റെ എന്താണ് റീപ്രൊഡക്ഷനോ അല്ലെങ്കിൽ ആ ഇൻസെക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്താണ് അതിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ഏതൊരു മെത്തേഡിനെ നമുക്ക് എന്ത് വിളിക്കാം, കൺട്രോൾ മെത്തേഡ് ഓഫ് ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ എന്ന് വിളിക്കാം. ഓക്കെ, സോ എനി മെത്തേഡ് ദാറ്റ് കിൽസ് റിപ്പൽസ് ഓർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ feeding, reproduction or distribution of insects can be considered as a method of insect pest control. അതായത് it doesn't mean total annihilation or elimination of insect pests from an area, അല്ലെങ്കിൽ ടോട്ടലായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുള്ളതല്ല പറയുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് എന്താണ്, മെയിൻ്റനൻസ് ഓഫ് ഇൻസെക്ട് പോപ്പുലേഷൻ വെൽ ബിലോ ഡാമേജ് ത്രെഷോൾഡ്. ഡാമേജ് ത്രെഷോൾഡിൻ്റെ താഴെ ആക്കിയിട്ട് നിർത്തുക അതിനെ. ഓക്കെ, സോ ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട് അതിൽ. നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് മെത്തേഡ്സ് ഓഫ് ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ. നാച്ചുറൽ മെത്തേഡ്സും വരുന്നുണ്ട്, അപ്ലൈഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. സോ നാച്ചുറൽ ദർ ആർ സെവറൽ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കീപ് ദ ഇൻസെക്ട് പോപ്പുലേഷൻ ബിലോ ഡാമേജ് കോസിംഗ് ലെവൽ. ഡാമേജ് കോസിംഗ് ലെവലിൽ താഴെ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെക്ട് പോപ്പുലേഷൻ നിർത്താൻ പറ്റും. ദീസ് ഫാക്ടേഴ്സ് ആർ കോൾഡ്, അത് നാച്ചുറൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയുന്നു, നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അതെന്താണ്, അത് മാനിനെ ഡിപ്പെൻഡൻറ്റോ അല്ലെങ്കിൽ അത് ഹ്യൂമൻ ഇൻ്റർഫിയറൻസിന് വരുന്നതല്ല. അത് ശരിക്കും നാച്ചുറൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനാ, ഇൻസെക്റ്റിൻ്റെ പോപ്പുലേഷനെ കുറയ്ക്കാൻ വേണ്ടി നാച്ചുറൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ബാക്കി എല്ലാ മെത്തേഡ്സും ഹ്യൂമൻ ഇൻഫ്ലുവൻസ് വഴി അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വഴി ഉണ്ടാകുന്ന ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്സിനാണ് എന്ത് പറയുന്നത്, അപ്ലൈഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ തന്നെ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സാണ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് വഴി വരുന്ന മെത്തേഡ്സാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ, നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ. എങ്ങനെയൊക്കെയാണ് നാച്ചുറൽ ഈ പെസ്റ്റിൻ്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ ഫാക്ടേഴ്സ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്, നാച്ചുറൽ കുറച്ച് ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത് ഈ പെസ്റ്റ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, പെസ്റ്റ് കൺട്രോൾ ബൈ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിച്ച് കൺട്രോൾ ഇൻസെക്ട് പോപ്പുലേഷൻ ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ, വിൻഡ്, എയർ കറൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റെയിൻഫോൾ, വിൻഡ്, എയർ കറൻസ്, ടെമ്പറേച്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു നാച്ചുറൽ ചെക്കാണ്. എന്ത്, ഈ പെസ്റ്റ് പോപ്പുലേഷൻ്റെ മുകളിൽ അവർ ഗ്രോത്തിനെയും ഡിസ്പേഴ്സലിനെയൊക്കെ തടയാനുള്ള ഒരു നാച്ചുറൽ ചെക്ക് തന്നെയാണ് എന്ത് പറയുന്നത്, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറാണ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഓരോ ഇൻസെക്റ്റിന് എന്തുണ്ട്, ഒരു ഒപ്റ്റിമൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ആ ഒരു ഒപ്റ്റിമൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുള്ളൂ, ഓരോ ലൈഫ് സൈക്കിളിൽ എന്ത് ചെയ്യുള്ളൂ, എന്താണ് ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ ആ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിന് എബോ അല്ലെങ്കിൽ ബിലോ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ അതുപോലെ തന്നെ റെയിൻ, അതുപോലെ തന്നെ ഒരു കറക്റ്റ് അങ്ങനെ ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്. റെയിൻ, ടു മച്ച് റെയിൻ ഉണ്ടായാലും ടു ലിറ്റിൽ റെയിൻഫോൾ ആണെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഇൻസെക്ട് പോപ്പുലേഷന് ഗ്രോത്തിന് അത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഡ് ഹെയറി കാറ്റർപില്ലേഴ്സ് ഉണ്ട്, കട്ട് വേംസിൻ്റെ. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് എന്ത് ചെയ്യണം, സോഫ്റ്റ് സോയിലിൽ പ്യൂപ്പേഷന് വേണ്ടി അവർക്ക് ബറോ ചെയ്യണം. അവർക്ക് അതിനെന്താണ് ആവശ്യം, മോഡറേറ്റ് ആയുള്ള റെയിൻഫോളാണ് ആവശ്യം. മോഡറേറ്റ് റെയിൻ ആണെങ്കിൽ എന്തുണ്ടാവും, സോയിൽ സോഫ്റ്റ് ആവും. അപ്പോൾ കാറ്റർപില്ലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സോയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. റെയിൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സോയിൽ സർഫസ് ഹാർഡായിരിക്കും. കാറ്റർപില്ലേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മണ്ണിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്യൂപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ റെയിൻ കൂടിപ്പോയാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരുപാട് ഇൻസെക്ട്സിന് എന്താണ്, ഫെയ്റ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആയ ക്ലൈമറ്റിക് ഫാക്ടറാണ്. ഹ്യൂമിഡിറ്റിയിൽ എന്ത് വരുന്നു, ഒരുപാട് ഫംഗൈ ഒക്കെ എന്താണ് ഇൻസെക്ട് പോപ്പുലേഷനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ഫംഗസ് സെഫലോസ്പോറിയം ലെക്കാനിയാണ്. നീൽഗിരി ഏരിയയിൽ ഒക്ടോബർ ടു ജനുവരിയിൽ എന്താണ് ചെയ്യുന്നത്, ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നു, ഹൈ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവുന്നു, ഒരു ഫംഗസ് ഗ്രോ ചെയ്യുന്നുണ്ട് ഓൺ ദ ഗ്രീൻ സ്കെയിൽ ഇൻസെക്ട് ഓഫ് കോഫിയുടെ എന്താണ് ഗ്രീൻ സ്കെയിൽ ഇൻസെക്ട് ഉണ്ട്, അതിന് മുകളിൽ എന്ത് ചെയ്യുന്നു, ഈ ഫംഗസ് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ആ ഇൻസെക്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻസെക്റ്റിനെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹ്യൂമിഡിറ്റി ഒരു ഫാക്ടറാണ്. ഇനി അടുത്താണ് പെസ്റ്റ് കൺട്രോൾ ബൈ ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. പെസ്റ്റ് കൺട്രോൾ ബൈ ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് സച്ച് ആസ് മൗണ്ടൻ റേഞ്ചസ്, ലാർജ് വാട്ടർ ബോഡീസ്, വാസ്റ്റ് ഡെസേർട്സ്, ഡെൻസ് ഫോറസ്റ്റ്, അതൊക്കെയാണ് ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സിൽ വരുന്നത്. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻസെക്ട് ഡിസ്പേഴ്സലിന്
ഡിസ്പേഴ്സലിനെ, അതായത് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലെ ഡിസ്പേഴ്സലിനെ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏരിയയുടെ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻസെക്ട് പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൗണ്ടൻസ് ശരിക്കും നല്ലൊരു ചെക്കാണ്, എഫക്റ്റീവ് ചെക്കാണ് കൊണ്ടുവരുന്നത് ഇൻസെക്റ്റിൻ്റെ ഗ്രോത്തിൻ്റെ മുകളിൽ. ചില ഇൻസെക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മോയിസ്റ്റ് വിൻവേർഡ് സൈഡ് ഓഫ് മൗണ്ടൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, വേറെ സം അതേഴ്സ് എന്ത് ചെയ്യുന്നു, ഡ്രൈ ലീവേർഡ് സൈഡ് ഓഫ് മൗണ്ടൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ലേക്സ് ആൻഡ് റിവേഴ്സിൻ്റെ നാച്ചറൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻസെക്ട് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ സോയിൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻ സപ്പോർട്ടിങ് ഇൻസെക്ട് പോപ്പുലേഷൻ. ചില ഇൻസെക്ട് എന്ത് ചെയ്യുന്നു, പൂവർലി ഡ്രെയിൻഡ് ആയുള്ള ഹെവി സോയിലിൽ വളരുന്നവരുണ്ട്. പിന്നെ ചിലവർ എന്ത് ചെയ്യുന്നു, പ്രിഫർ ലൈറ്റ് ആൻഡ് ലോമി സോയിൽ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ എന്താണ്, സാൻഡി സോയിൽ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ടോപ്പോഗ്രഫി ഫാക്ടേഴ്സ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് പെസ്റ്റ് കൺട്രോൾ ബൈ ബയോളജിക്കൽ എനിമീസ്. ബയോളജിക്കൽ എനിമീസ് എന്ത് ചെയ്യുന്നു, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്താണ് ബയോളജിക്കൽ എനിമീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻസെക്റ്റിന് എന്തുണ്ടാവും, ഒരുപാട് നാച്ചുറൽ എനിമീസ് ഉണ്ടായിരിക്കും അല്ലേ. ദേ മേ ബി പാരസൈറ്റ്സ് ആയിരിക്കാം, പ്രിഡേറ്റേഴ്സ് ആയിരിക്കാം. പ്രിഡേറ്റേഴ്സ് ഇൻക്ലൂഡ് അതർ ഇൻസെക്ട്സ്, അതായത് മൈറ്റ്സ്. ഇപ്പോൾ ഒരു ഇൻസെക്റ്റിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഇൻസെക്റ്റ് തന്നെ ആയിരിക്കാം, മൈറ്റ് ആയിരിക്കാം, സ്പൈഡേഴ്സ് ആവാം, ബേർഡ് ആവാം, റെപ്റ്റൈൽസ് ആവാം, ഫിഷസ് ആവാം, മാമൽസ് ആവാം. പാരസൈറ്റ്സിൽ വരുന്നവർ ആരൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ശത്രു എന്ന് പറയുന്നത് പാരസൈറ്റ്സും ആവാം. അതായത് പാരസൈറ്റ്സിൽ ആർക്ക് വരാം, ഇൻസെക്ട്സ്, മൈറ്റ്സ്, ഡിസീസ് കോസിങ് വൈറസുകൾ, ബാക്ടീരിയ, ഫഞ്ച്, അവരൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം. ഇവരെ ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ അവർ ശത്രുവിനെ, ഇപ്പോൾ നമ്മൾ ശത്രുവിൻ്റെ ശത്രു എന്ന് പറയില്ലേ, അപ്പോൾ നമ്മളെ നാശം വരുത്തുന്ന ആരാണ്, ഈ പെസ്റ്റുകളാണ് അല്ലേ. ആ പെസ്റ്റിനെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ശത്രുവിനെ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ബയോളജിക്കൽ എനിമീസ് എന്ന് പറയുന്നത്. സോ പ്രിഡേറ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്സ് കീപ് ദ ഇൻസെക്ട് പോപ്പുലേഷൻ ഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റ് ഇറ്റ്സ് ഒപ്റ്റിമം സൈസ്. ഈ ഇൻസെക്ട് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, പ്രിഡേറ്റേഴ്സും പാരസൈറ്റ്സും ഒക്കെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഓക്കെ, പക്ഷേ സൈസ് ഓഫ് ഇൻസെക്ട് പോപ്പുലേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, ഓർ അവർ നാച്ചുറൽ എനിമീസിൻ്റെ പോപ്പുലേഷനിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം എന്ത് ചെയ്യുന്നു, നഷ്ടമായി പോകുന്നു. അപ്പോൾ എന്താണ്, പിന്നെ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ബയോളജിക്കൽ എനിമീസ് എന്ത് ചെയ്യുന്നുണ്ട്, പെസ്റ്റ് കൺട്രോളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, പിന്നെ ബേർഡ്സ് പറഞ്ഞാൽ ഒരു ഇഫക്റ്റീവ് ആയുള്ള ചെക്കാണ് ഓൺ ദ ഇൻസെക്ട് പോപ്പുലേഷൻ്റെ. എന്ത് ചെയ്യുന്നുണ്ട്, ബേർഡ്സ് ഒരു ഇഫക്റ്റീവ് ആയുള്ള ചെക്ക് കൊണ്ടുവരുന്നുണ്ട്. ഗ്രാസ് ഹോപ്പർ, കാറ്റർപില്ലർ, വുഡ് ബോറിങ് ഇൻസെക്ട്സ്, സ്കെയിൽ ഇൻസെക്റ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബേർഡ്സ് കഴിക്കുന്നുണ്ട് അല്ലേ. വുഡ് പെക്കേഴ്സ്, സൺ ബേർഡ്സ്, ക്രോസ്, ഫ്ലൈ കാച്ചേഴ്സ്, അതുപോലെ തന്നെ ഹെറോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെസ്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ നാച്ചുറൽ കൺട്രോൾ ആയിരുന്നു. അതിൽ വരുന്ന എന്തൊക്കെയാണ്, ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, ടോപ്പോഗ്രഫി ഫാക്ടേഴ്സ്, ബയോളജിക്കൽ എനിമീസ്. അടുത്തതാണ് അപ്ലൈഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പെസ്റ്റ് കൺട്രോൾ. അതിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ മാൻ ആർ കോൾഡ് അപ്ലൈഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്. മാൻ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ അവരെന്ത് പറയുന്നത്, അപ്ലൈഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ശരിക്കും എന്താണത്, അണ്ടർ ദ കൺട്രോൾ ഓഫ് മാൻ ആൻഡ് ദർ സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ഹിം. ശരിക്കും മാൻ ആണ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ആ മെത്തേഡ്സിനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ പ്രൊഫൈലാറ്റിക് ഓർ പ്രിവെൻറ്റീവ് മെത്തേഡ്സ്, അതായത് ഒരു ഇൻസെക്ട് പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക, വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ക്രോപ്സ് ഫ്രം പെസ്റ്റ് അറ്റാക്ക്. പെസ്റ്റ് അറ്റാക്ക് വരാതെ നോക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ, രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റ് ചെയ്യുക, രോഗം വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്യൂറേറ്റീവ് ഓർ പാലിയേറ്റീവ് മെത്തേഡ്സ്, അസുഖം വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിനെ പിന്നെ ആ പെസ്റ്റിനെ റിസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ക്യൂറേറ്റീവ് ഓർ പാലിയേറ്റീവ് മെത്തേഡ്സ്. അപ്പോൾ രണ്ടെണ്ണമായിട്ട് തരംതിരിക്കാം. ദിസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് സം മെഷേഴ്സ് ആർ ടേക്കൺ ആസ് എ പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് ബിഫോർ ആക്ച്വൽ പെസ്റ്റ് അറ്റാക്ക്. പെസ്റ്റ് അറ്റാക്ക് വരുന്നതിന് മുന്നേ വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലതെന്താ ചെയ്യുന്നത്, അതേഴ്സ് ആർ ടേക്കൺ ആഫ്റ്റർ പെസ്റ്റ് അറ്റാക്ക് ആസ് എ ക്യൂറേറ്റീവ് സ്റ്റെപ്പ്. മറ്റെന്താ ചെയ്യുന്നത്, പെസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചില ക്യൂറേറ്റീവ് സ്റ്റെപ്പായിട്ട് അതിനെ ഇൻസെക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്ന് നോക്കാം. പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഇൻവോൾവ്സ് ദ പ്രയർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ക്രോപ്പ് ഫ്രം പെസ്റ്റ് അറ്റാക്ക്. പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് ആ ക്രോപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആദ്യമേ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വെരി എഫക്റ്റീവ് ആണല്ലോ. എപ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത്, ഓൺലി വെൻ വി നോ ഇൻ അഡ്വാൻസ് വിച്ച് പെസ്റ്റ് ഒക്കർ ഇൻ വിച്ച് ഏരിയാസ്. ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ സീസണിൽ ഏതൊക്കെ പെസ്റ്റ് വരും നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിലൊരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട് പ്രിവെൻറ്റീവ് മെത്തേഡ്സിൽ. ഏതൊക്കെയാണ്, ഫീൽഡ് ആൻഡ് പ്ലാന്റ് സാനിറ്റേഷൻ. ഫീൽഡ് ആൻഡ് പ്ലാന്റ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വീഡ്സ്, ഗ്രാസസ് ആൻഡ് പെസ്റ്റ് എഫക്റ്റഡ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ ടു ബി റിമൂവ് റെഗുലർലി. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, അതിൽ പെസ്റ്റ് എഫക്റ്റഡ് പാർട്സ് ഉണ്ടോ അല്ലെങ്കിൽ ഗ്രാസസ്, വീഡ്സ്, കളകളൊക്കെ വരുമല്ലോ ഈ ചെടികളുടെ ഇടയിൽ, അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ,
അതെന്താ പെസ്റ്റ് ഇൻഫെക്റ്റേഷൻ്റെ സോഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീലി ബഗ് അറ്റാക്ക് ഉണ്ടാവും, പാഡിയുടെ മുകളിൽ ഉണ്ടാവുക. അതിനെ മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യും, റെഗുലറായിട്ട് എന്ത് ചെയ്യും, ആ ബണ്ടുകളിൽ നിന്ന് ഗ്രാസിനെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് പെസ്റ്റ് എഫക്റ്റഡ് ഡ്രൈ ബ്രാഞ്ചസ് ഓഫ് സിട്രസ് പ്ലാന്റ് വിൽ ചെക്ക് ഫർദർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സ്റ്റെം ബോറേഴ്സ്. പെസ്റ്റ് എഫക്റ്റഡ് ഡ്രൈ ബ്രാഞ്ച്, സിട്രസ് പ്ലാന്റിനൊക്കെ ഡ്രൈ ബ്രാഞ്ചിൽ പെസ്റ്റ് എഫക്റ്റഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെയാണ് സയൻറ്റിഫിക് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയുള്ള പെസ്റ്റ് ഫ്രീ സീഡ്സ്, സീഡ്ലിങ്സ്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. ഒരുപാട് പെസ്റ്റ് ഫ്രീ സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീഡ്ലിങ്സ് ഉണ്ട്, പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. ഷുഗർ കെയിൻ സ്കെയിൽസ്, മീലി ബഗ്സ്, സ്വീറ്റ് പൊട്ടറ്റോ വീവിൽ, ബനാന റൈസോം വീവിൽ, അതിനൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ മെത്തേഡ് വഴി മിനിമൈസ് ചെയ്യാൻ പറ്റും. കീപ്പിംഗ് പാഡി സീഡ്സ് ഇൻ ഹോട്ട് വാട്ടർ അറ്റ് 50 degrees Celsius ഫോർ അബൌട്ട് 15 minutes ഈസ് എഫക്റ്റീവ് എലിമിനേറ്റിംഗ് വൈറ്റ് ടിപ്പ് നെമറ്റോഡ്സ് ആൻഡ് സം ഇൻസെക്ട് എക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാഡി സീഡ്സ് എന്ത് ചെയ്യുക, 50 degrees Celsius ഹോട്ട് വാട്ടറിൽ ഇട്ട് വയ്ക്കുക ഫോർ 15 minutes. അതെന്ത് ചെയ്യുന്നു, അത് എഫക്റ്റീവാണ് ഫോർ എലിമിനേറ്റിംഗ് വൈറ്റ് ടിപ്പ് നെമറ്റോഡ്സിനെ. ഒന്ന് അവർ ചില ഇൻസെക്റ്റിൻ്റെ എഗ്ഗിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാണ്. അടുത്തൊരു മെത്തേഡാണ് യൂസ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് സീഡ്സ്. ഒരുപാട് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലേ. അങ്ങനത്തെ വെറൈറ്റീസ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, സെലക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ആൻഡ് സീഡ്സ് ഫോർ കൾട്ടിവേഷൻ വിൽ ഹെൽപ്പ് കൺസിഡറബിളി ടു കൺട്രോൾ പെസ്റ്റ്. അത് നല്ലൊരു മെത്തേഡാണ്. അടുത്തതാണ് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ വിത്ത് എന്ത് ചെയ്യാം, പാവുന്ന ആ സമയം, സോവിങ്ങിൻ്റെ സമയം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റിംഗ് ദ ടൈം ഓഫ് സോവിങ് ഈസ് എൻ എഫക്റ്റീവ് പ്രൊഫൈലാക്റ്റീവ് മെഷർ ടു കൺട്രോൾ ഇൻസെക്ട് പോപ്പുലേഷൻ. എക്സ്പെരിമെൻറ്റ്സ് വർ കണ്ടക്റ്റഡ് ഇൻ തമിഴ്നാട് ഓൺ സോർഗം സീഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തമിഴ്നാട്ടിൽ ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് വെൻ സോർഗം സോൺ ഏപ്രിലിൽ ഈ സോർഗം സീഡ്സ് സോൺ ചെയ്ത സമയത്ത് എന്തുണ്ടായി, മിൽക്കി സ്റ്റേജ് ഓഫ് ദ ഗ്രീൻ അപ്പിയർഡ് ഫ്രം മെയ് ടു ജൂലൈ. അതിൻ്റെ മിൽക്കി സ്റ്റേജ് വരിക മെയ് ടു ജൂലൈയിലാണ്. അറ്റാക്ക് ഓഫ് ഇയർ ഹെഡ് ബഗ് മിനിമം ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഡ്യൂറിങ് മെയ് ജൂൺ ദർ ഇസ് സ്ട്രോങ് മൺസൂണിക് വിൻഡ് ഇൻ ദ സദേൺ ഡിസ്ട്രിക്ട്സ് ഓഫ് തമിഴ്നാട്. അതായത് തമിഴ്നാടിൻ്റെ സദേൺ ഡിസ്ട്രിക്ട്സിൽ എന്തുണ്ടായിരിക്കും, മെയ് ജൂണിൽ സ്ട്രോങ് മൺസൂണിക് വിൻഡാണ് ഉണ്ടായിരിക്കുക. അതെന്തല്ല, ഈ പെസ്റ്റിന് കൺജനീയൽ അല്ല. ഓക്കെ, സിമിലർലി ഇഫ് റെഡ് ഗ്രാം ഇസ് സോൺ ഇൻ മെയ്യിൽ റെഡ് ഗ്രാം സോൺ ചെയ്യുന്ന സമയത്ത് 2 months earlier to the normal time the crop escapes the attack of pod fly. ക്രോപ്പിന് എന്ത് ചെയ്യാൻ പറ്റി, പോഡ് ഫ്ലൈന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അതാണ് ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. എന്ത്, പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെത്തേഡ്സിൽ പറഞ്ഞതാണ് ഫീൽഡ് ആൻഡ് പ്ലാന്റ് സാനിറ്റേഷൻ, സയൻറ്റിഫിക് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്, യൂസ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് സീഡ്സ്, ടൈം അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി വരുന്നതാണ് ക്യൂറേറ്റീവ് മെത്തേഡ്സ്. ക്യൂറേറ്റീവ് മെത്തേഡ്സ് ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുക, പെസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത്. These are the methods employed to check the pests which are already present on the crop. Curative methods are very important in pest control. They can be classified under 6 groups as follows. ഒന്ന്, cultural methods, mechanical methods, physical methods, legal methods, biological methods and chemical methods. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോന്നും നോക്കാനുണ്ട്. സോ എന്തൊക്കെയാണ്, കൾച്ചറൽ, മെക്കാനിക്കൽ, ഫിസിക്കൽ, ലീഗൽ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമുക്ക് ആ ക്യൂറേറ്റീവ് മെത്തേഡ്സ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മൾ പറഞ്ഞത് കൺട്രോൾ ഓഫ് അഗ്രികൾച്ചറൽ ഇൻസെക്ട് പെസ്റ്റുകളായിരുന്നു. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.